ഹലോ, ചാപ്റ്റർ 3 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അയൺ വിത്ത് അറ്റോമിക് നമ്പർ 26 ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയണിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 26, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe എന്നാണ്. 26 എത്തിക്കണം. 1s2 2s2 2p6 3s2 3p6 4s2 ഇപ്പൊ 20 ആയിട്ടുണ്ട്. 3d6 എന്നുള്ളതാണ് ആരുടെ അറ്റോമിക് 26 ആണ് നമ്മുടെ Fe-യുടെ അറ്റോമിക് നമ്പർ. അതിനനുസരിച്ചിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് ഇത്. 1s2 2s2 2p6 3s2 3p6 4s2 3d6 എന്നുള്ളതാണ്. രണ്ടാമത്തെ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയോൺ ഫോം. ഏത് അയോൺ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? Fe3+. Fe3+ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ആദ്യം S ൽ നിന്ന് ഇറങ്ങി പോണം, പിന്നെ D ൽ നിന്ന് ഇറങ്ങി പോണം. S ൽ നിന്ന് ആദ്യം 2 ഇറങ്ങി പോണം. കാരണം എന്തുകൊണ്ട്? കാരണം ഇതാണ് ഫോർത്ത് ഷെല്ലിൽ നിന്നാണ് ആദ്യം ഇറങ്ങി പോകേണ്ടത്. അപ്പൊ 2 എണ്ണം പോയി. D ൽ നിന്ന് 1 ഇറങ്ങി പോകുമ്പോൾ നമുക്കറിയാം ഇവിടം വരെ സെയിം ആയി കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് വരും? 4s1 4s2 ഇല്ല, 2 പോയി. 3d യിൽ എത്രയാണ്? 5 ഉള്ളൂ. അപ്പോൾ ആൻസർ എത്ര വരും? ഫുൾ ആയിട്ട് നമ്മൾ എഴുതണം. 1s2 2s2 2p6 3s2 3p6 3d 5 എന്നാണ് ആൻസർ വരുന്നത്. ഏതിന്റെയാണ്? Fe3+ അയോൺസിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 3d 5 എന്നുള്ളതാണ്. അടുത്തതായിട്ട് റൈറ്റ് വെദർ ദ എലമെന്റ് ക്യാൻ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജസ്റ്റിഫൈ. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് ഉറപ്പായിട്ട് Fe3+ എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഏത് എലമെന്റ് ആണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തതരമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ അവയ്ക്ക് കാണിക്കാൻ പറ്റും. സോ Fe3+ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കാണിക്കുന്നു. അത് കാണിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. എസ് ൽ നിന്നും ഡി യിൽ നിന്നും ഇലക്ട്രോൺ ഇറങ്ങി പോകാൻ പറ്റും. എസ് ൽ നിന്ന് ഇലക്ട്രോൺ ഇറങ്ങി പോയിട്ട് ഡി യിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റും. മാത്രമല്ല എസിനും ഡിക്കും ഉള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. ഈ 4s-ന്റെയും 3d-യുടെയും എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ആദ്യം എസ് ൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം 3d യിൽ നിന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നു. സോ ഈ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാത്തിനും തന്നെ ഇൻക്ലൂഡിങ് Fe അയൺ എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സ്, അയൺ ഉൾപ്പെടെയുള്ള എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സിനും എന്ത് കാണിക്കാൻ പറ്റും? വേരിയബിൾ ഓക്സീകരണാവസ്ഥ കാണിക്കാൻ പറ്റുന്നു. അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇത് തരിക എന്ന് വെച്ചാൽ അതായത് റിയൽ സിംബൽസ് അല്ലാത്ത കുറെ ലെറ്റേഴ്സ് വരും. അത് എലമെന്റിനെ നൊട്ടേറ്റ് ചെയ്യും. അതിന് അറ്റോമിക് നമ്പർ വരും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് 1 മുതൽ 30 വരെയുള്ള അറ്റോമിക് നമ്പറുകൾ എല്ലാം തന്നെയും പഠിച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് P എന്ന് പറയുന്ന ആ എലമെന്റ് 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 1 മുതൽ 30 വരെ എന്തറിയാമെങ്കിൽ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അത് സോഡിയം ആണെന്ന് ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. Q 18 ആണ്, അത് ആർഗൺ ആണെന്ന് കിട്ടും. അത് കഴിഞ്ഞ് R 16 ആണ്, അത് 16 വരുന്നത് ക്ലോറിൻ ആണെന്ന് അറിയാം. സോറി, ക്ലോറിൻ അല്ലല്ലോ, സൾഫർ ആണെന്ന് നമുക്കറിയാം. സൾഫർ. അടുത്തത് S 26 ആണ്. 26 അറ്റോമിക് നമ്പർ ഉള്ളത് Fe ആണെന്ന് അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വന്നപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു എലമെന്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഏതൊക്കെയാണ്. ഇനി എന്തായാലും ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്താണെങ്കിലും നമുക്ക് എന്താവശ്യം വരും? ഇതിന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ ആവശ്യം വരും. അത് ഞാൻ ആദ്യം എഴുതുകയാണ്. 11 1s2 2s2 2p6 3s2 3s2 വേണ്ട അല്ലേ? 3s1 വരെ 2 4 4 6 10 11. സോ ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ. ആർഗൺ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 ആർഗൺ 8 8 6 14 4 18. സൾഫറിന്റേത് 1s2 2s2 2p6 3s2 2 4 10 12 3p4 എന്ന് വരും. അപ്പൊ 16 ആയിട്ടുണ്ട്. 2 2 4 4 6 10 12 16. Fe26 തൊട്ട് മുമ്പ് എഴുതി കാണിച്ചതാണ്. ആർഗൺ വരെ എഴുതിയിട്ട് ഏതുവരെ എഴുതിയിട്ടാണ്? ആർഗൺ വരെ എഴുതിയിട്ട് ആർഗൺ ഇവിടെ ഓൾറെഡി എഴുതിയല്ലോ. 3p6 കഴിഞ്ഞിട്ട് ഏതാണ്? 4s
2 കഴിഞ്ഞ് 3d6 കൂടെ വരുന്നേ ഉള്ളൂ ഏതിനാ അയണിന്. ഇനിയും ഇതിന്റെ അകത്ത് ഇങ്ങനെ വന്നാൽ ആദ്യം എലമെന്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കുക, കോൺഫിഗറേഷൻ എഴുതുക. വീണ്ടും 281 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത് സബ്ഷെൽ ബേസ് കോൺഫിഗറേഷൻ, ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 18 288. അതുപോലെ 16 വന്നാൽ 286. which of the following is a first group element? കണ്ടോ, ഈ ഒരു സബ്ഷെൽ ബേസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതുകൊണ്ട് തന്നെ നമുക്കറിയാം ദാ ഈ ഒരു 3s1 അടങ്ങുന്ന വേറെ ഒന്നും എസ് ബ്ലോക്കിന്റെ അകത്ത് വരുന്നില്ലല്ലോ, ഇല്ല. ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്കറിയാം, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് അത് എസ് ആണ്. അതുപോലെ 3 to 12 അത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 13 തൊട്ട് 18 വരെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എസ് വന്നിരിക്കുന്നു, ലാസ്റ്റ് ഇലക്ട്രോൺ എസിലാണ് എൻ്റർ ചെയ്തത്. സോ വിച്ച് among is a first group element? എസിന്റെ മണ്ടയിൽ 1 വന്നിട്ടുണ്ട്. എസിന്റെ മണ്ടയിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഏത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്. നമുക്കറിയാം ബ്ലോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് അവസാന ഇലക്ട്രോൺ എൻ്റർ ചെയ്ത ഷെല്ല് എസ് നോക്കിയാൽ ഇവിടെ ഈ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് എസിലേക്കാണ്. നമുക്ക് എസ് ബ്ലോക്ക് ആണെന്ന് ഉറപ്പിക്കാം. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എസിന്റെ മണ്ടയിലുള്ള നമ്പർ നോക്കിയാൽ മതി. 1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, എസിന്റെ മുകളിൽ 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പി ആണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പിയുടെ മണ്ടയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ കൂടെ 12 കൂട്ടിയാൽ മതി. ഡി ആണെങ്കിലോ ഡിയും എസും കൂടെ കൂട്ടിയാൽ മതി. എസും ഡിയും കൂടെ കൂട്ടിയാൽ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. പീരീഡ് വളരെ സിമ്പിൾ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാൽ മതി. സബ്ഷെൽ ബേസ് കോൺഫിഗറേഷനിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? പീരീഡ് കിട്ടും. ഇനി ഗ്രൂപ്പ് പറഞ്ഞു, എസിന്റെ ആണെങ്കിൽ എസിന്റെ മണ്ടയിലുള്ള നമ്പർ ആണ് ഗ്രൂപ്പ് വരിക. പി ആണെങ്കിൽ പിയുടെ മണ്ടയിലുള്ള നമ്പറിന്റെ കൂടെ 12 കൂട്ടുക. ഡി ആണെങ്കിൽ എന്ത് നോക്കിയാൽ മതി? എസും ഡിയും കൂടെ കൂട്ടി വെച്ചാൽ മതി. ഇനി അടുത്തത് പീരീഡിന്റെ കാര്യം പറഞ്ഞു, ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിയാൽ മതി. ഗ്രൂപ്പുമായി പീരീഡുമായി. ഇനി ബ്ലോക്ക് ആണെങ്കിൽ ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് ഡിയിൽ വന്നുകൊണ്ട് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിൽ പിനൾട്ടിമേറ്റ്, അതായത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഷെല്ല്. അവസാനത്തെ ഷെല്ല് 4 അല്ലേ, അതിന്റെ തൊട്ടു മുമ്പ് പിനൾട്ടിമേറ്റ് 3. ആ ഷെല്ലിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രോണിന്റെ എൻറ്ററിങ് ലാസ്റ്റ് സംഭവിക്കുന്നത്. അതിനെ പിനൾട്ടിമേറ്റ് ബാഹ്യതമ ഷെല്ല് എന്ന് വിളിക്കും ഡീനെ. കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ല് 4 ആണ്. അതിന്റെ തൊട്ടു മുമ്പുള്ളതിനെ 3നെ നമ്മൾ പിനൾട്ടിമേറ്റ് എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത്രയൊക്കെ എഴുതിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർ വിച്ച് ഓഫ് ദ എബോവ് ഈസ് എ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഏതാണ്? പി. പി എന്ന് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. രണ്ടാമത് വിച്ച് ഈസ് ദ വാലൻസി ഓഫ് ആർ? വാലൻസി ഓഫ് ആർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറിന്റെ വാലൻസി കണ്ടുപിടിക്കാൻ നമുക്ക് സബ്ഷെൽ ബേസ് അല്ല വേണ്ടത്. 6 സൾഫർ ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286 ആണ്. നോക്കിക്കേ, വാലൻസി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 2, 8, 6. ഇതിന്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ 6 ഇലക്ട്രോണെ കളഞ്ഞിട്ട് സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാം. അല്ലെങ്കിലോ ഈ 6 ഇലക്ട്രോണിന്റെ കൂടെ 2 ഇലക്ട്രോണും കൂടെ കൂട്ടിയിട്ട് ഇതിനെ 8 ആക്കാം. അപ്പോൾ ഏതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം? 2നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആർക്ക്? 6ന് എളുപ്പം. 6ന് എളുപ്പം 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് 8 ആക്കുന്നതാണ്. ഏതിനെക്കാട്ടിലും? 6 കളയുന്നതിനെക്കാട്ടിലും. സോ ഇതിന്റെ വാലൻസി വരുന്നത് 2 ആണ്. വാലൻസി വരുന്നത് 2. 6 ഇലക്ട്രോണിന് എത്ര നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? 2 നമ്മുടെ ഈ 6 ഇലക്ട്രോണിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോൺ അതിന്റെ കൂടെ 2 ഇലക്ട്രോൺ കൂടെ വരും. സോ 8 ആവും. സോ അതിന്റെ വാലൻസി എന്താണ്? 2. അടുത്തത് give the formula of the compound when P combines with R. P combines with R. P R ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോർമുല. P യുടെ വാലൻസി നോക്കി വെക്കുക. 281. ഒരെണ്ണം വേണമെങ്കിൽ കളയാം, 7 എണ്ണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഏതാണ് എളുപ്പം? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ നമ്പർ 8 ആക്കാൻ ഇവന് വേണമെങ്കിൽ 7 എണ്ണത്തിന് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് 2, 8 കോൺഫിഗറേഷൻ ആക്കിയിട്ട് സ്റ്റേബിൾ ആവാം. ഏതാണ് എളുപ്പം? ഒരെണ്ണം കളയുന്നതാണ്. സോ മാത്രമല്ല ഇത് സോഡിയമാണ്. സോഡിയം ഒരു മെറ്റലാണ്. മെറ്റലിന് ഇലക്ട്രോണിനെ കളയുന്നതാണ് താല്പര്യം. സൾഫർ ഒരു നോൺ മെറ്റലാണ്. നോൺ മെറ്റലിന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നതാണ് താല്പര്യം? അക്സെപ്റ്റ് ചെയ്യുന്നതാണ് താല്പര്യം. ഇവര് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ നോൺ മെറ്റല്. അതായത് നെഗറ്റീവ് അയോൺസിന്റെ പേരെന്താണ്? ആനോൺ. മെറ്റൽസ് ലൈക്ക് സോഡിയം എന്നും എന്തേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ? പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതിന്റെ പേര്
ആനയോൺസ് അല്ല കാറ്റയോൺസ് എന്നാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസിന്റെ പേര് കാറ്റയോൺസ്. അത് ആരാണ് മിക്കവാറും ഫോം ചെയ്യുന്നത്? മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് ഏതാണ് ഫോം ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആണ്. കാരണം അവർ അക്സെപ്റ്റ് ചെയ്യുക. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താൽ നമുക്കറിയാം അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ അവിടെ പ്രോട്ടോണിന്റെ എണ്ണം കൂടുകയും എന്ത് കൂടുകയും ചെയ്യും? പ്രോട്ടോൺ കൂടിയാൽ പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. അങ്ങനെ സോഡിയത്തിന് പ്ലസ് ചാർജും വരും. ഇവിടെ സൾഫർ രണ്ടെണ്ണം അക്സെപ്റ്റ് ചെയ്താൽ അതിന് 2- എന്നുള്ള ചാർജും വരും. അതൊക്കെ നമ്മൾ ഇനി പടിപടിയായിട്ട് ഓരോ ക്വസ്റ്റ്യനിലും കാണും. എനിവേ ഇത് കാറ്റയോണുകളും ഇത് ആനയോണുകളുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇവൻ മെറ്റൽ ആണ്, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനാണ് ഇഷ്ടം. ഇവൻ നോൺ മെറ്റൽ ആണ്, ഇലക്ട്രോണിനെ വാങ്ങാനാണ് ഇഷ്ടം. സോ പിയുടെ വാലൻസി 1ഉം ആറിന്റെ വാലൻസി 2ഉം ആണ്. പി ആർ. സോ പിയുടെ വാലൻസി 1ഉം ആറിന്റെ വാലൻസി 2ഉം എന്നാണ് കണ്ടത്. ക്രോസ് ചെയ്താൽ ഒരു വാലൻസികൾ തമ്മിൽ ആൻസർ കിട്ടുന്നത് P2R എന്നാണ്. P2R. സോ നമുക്ക് ആൻസർ കിട്ടി. ആ രണ്ട് കോമ്പൗണ്ട്സ് തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ രണ്ട് എലമെന്റ്സ് തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും? P2R. Which of the above shows variable oxidation state? ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം 26 ആയിട്ടുള്ള Fe അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ S ആണ്. അത് Fe ആണ്. അവനാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരുന്നു. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് DO FO ആയിരിക്കും. ഡിക്കും എഫിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. ഈ നാലെണ്ണത്തിൽ ഡി ബ്ലോക്കിലുള്ളത് ഏതാണ്? 26 Fe ആണ്. ഇവൻ എന്ത് കാണിക്കാൻ പറ്റും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇവർക്ക് പല പല അയോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Fe3+ പോലുള്ള തുടങ്ങി ഡിഫറെന്റ് അയോൺസ് ഇവർക്ക് കാണിക്കാൻ പറ്റും. Fe3+ മാത്രം നിൽക്കുന്നില്ല. അതായത് 3 ഇലക്ട്രോൺ മാത്രമല്ല കൊടുക്കാൻ പറ്റുന്നത്. അവർക്ക് വളരെയധികം നമ്പർ ഓഫ് വേറെ രീതിയിലും അയോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരുന്നു, ഈ അയണിന്റെ കേസിൽ അല്ലെങ്കിൽ എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെയും കേസിൽ എസും ഡിയും തമ്മിലുള്ള ഔട്ടർമോസ്റ്റ് എസും ഡിയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ തുച്ഛം, വളരെ കുറവാണ്. അതുകൊണ്ട് എസിൽ നിന്ന് ആദ്യം ഇറങ്ങി പോയിട്ട് ഡിയിൽ നിന്നും കൂടി അതിന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ട് ഏതിന്? ഇലക്ട്രോണിന്. സോ therefore വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം. ഇങ്ങനെ എഴുതിയാൽ ഇത് ആർഗൺ ആണ്. ആർഗൺ 18 ആണെന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്? ഹീലിയം ഇങ്ങനെ എഴുതിയാൽ ആറ്റോമിക് നമ്പർ 2, നിയോൺ ഇങ്ങനെ എഴുതിയാൽ ആറ്റോമിക് നമ്പർ 10, അതുപോലെ തന്നെ ആർഗൺ ഇങ്ങനെ എഴുതിയാൽ ആറ്റോമിക് നമ്പർ 18. സോ 18ന്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുന്നതാണ്. ഇവൻ കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ ആർഗൺ കഴിഞ്ഞ് 4s2. 17 ക്ലോറിൻ രണ്ടും 4 4 6 10 12 17. സോ 17 ക്ലോറിൻ വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. 17 ക്ലോറിൻ വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. 26 Fe 18 കഴിഞ്ഞ 6ഉം 24 24 2ഉം 26. സോ 18 Fe ഇങ്ങോട്ടേക്കും വരും. ഇനി നമുക്ക് നോക്കാം. 20 കാൽഷ്യം ആർഗൺ 4s2 ആയിട്ട് നമ്മൾ ബോണ്ട് അല്ലെങ്കിൽ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ ബ്ലോക്കുകൾ കണ്ടുപിടിക്കണം. നോക്കിയേ, ഔട്ടർമോസ്റ്റ് എസ് ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലില് മാത്രമല്ല അവിടുത്തെ സബ്ഷെൽ ഏതാണ്? എസ് ആണ്. ഔട്ടർമോസ്റ്റ് സബ്ഷെൽ എസ് ആണ്. സോ അത് ഏത് ബ്ലോക്ക് ആയിട്ട് വരും? എസ് ബ്ലോക്ക്. ഇനി അടുത്തത് ആർഗൺ കഴിഞ്ഞിട്ട് ഇവിടെയും 4s2 ഉണ്ടെങ്കിലും അതിന്റെ പിനൾട്ടിമേറ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയിട്ടുണ്ട്. 4s കഴിഞ്ഞിട്ടാണ് 3D എൻ്റർ ചെയ്തത്. ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് തേർഡ് ഷെൽ ആദ്യം എഴുതി, ഫോർത്ത് ഷെൽ അത് കഴിഞ്ഞിട്ട് എഴുതിയേ ഉള്ളൂ. പക്ഷെ എനർജി ബേസ് നോക്കുമ്പോൾ നമുക്കറിയാം 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്, 4s2 കഴിഞ്ഞിട്ടാണ് 3D 6. അന്നപ്പോ അത് എനർജി ബേസ് നോക്കുമ്പോൾ പക്ഷെ ഓർഡറിൽ ഷെല്ലിന്റെ ഓർഡറിൽ എഴുതി പോയപ്പോൾ ആദ്യം 3D കഴിഞ്ഞിട്ട് 4s എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇവിടെ നമുക്കറിയാം ഇത് പിനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള ഡിയിൽ ആണ് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഡി വന്നാൽ മോസ്റ്റ് പ്രോബബ്ലി അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. അടുത്തത് 1s2 ഇവിടെ പിയിലാണ് അവസാന ഇലക്ട്രോൺ എൻ്റർ ചെയ്തത്. പിയിലാണ്, പിയിൽ ആണ്. സോ പി ബ്ലോക്ക് ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക്. ഇവിടെ എഫ് ബ്ലോക്ക് ഇല്ല, എഫ് ബ്ലോക്ക് ഇല്ല. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. പി ബ്ലോക്കിന്റെ ഈ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? 5ന്റെ കൂടെ 12 കൂട്ടിയാൽ മതി 17. ഇവിടെ
എസ് ഡി ഡി ആണ്, ഡി ബ്ലോക്ക് ആണ്. അപ്പോൾ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എസ് ഡി കൂടെ കൂട്ടിയാൽ മതി, എട്ടാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ എസ് ബ്ലോക്ക് ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 18 കാൽഷ്യം ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. കാരണം എസിന്റെ മണ്ടയിലുള്ള ആ ഒരു നമ്പർ നോക്കിയാൽ മതി. സോ ഇറ്റ് ഈസ് 2. ഇനി പീരീഡ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ 3, സോ പീരീഡ് 3. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ 4, പീരീഡ് 4. ഇതിന്റെയും പീരീഡ് ഏതായിരിക്കും? 4. ബ്ലോക്ക് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2 എലമെന്റ്സ് ആർ ഗിവൺ. രണ്ട് എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. 1s2 2s2 2p6 3s2. 2 4 6 10 12 അങ്ങനെ കൂട്ടി നോക്കുക. 12 എന്ന് പറയുന്നത് 1 മുതൽ 30 വരെ അറ്റോമിക് നമ്പർ കാണാതെ പഠിച്ച് ആ എലമെന്റിനെയും പഠിക്കുന്നവർക്ക് അറിയാം 12 എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. അടുത്തത് 1s2 2s2 2p6 2 4 10 12 18 20 23. സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം, ഇത് വനേഡിയം ആണ്. സോ ഇത് വനേഡിയം ആണ്, മറ്റേത് മഗ്നീഷ്യം ആണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുക സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2 എലമെന്റ്സ് ടു വിച്ച് ബ്ലോക്ക്. ഓക്കെ, നമ്മളോട് എലമെന്റ് ഒന്നും ചോദിച്ചില്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ്. സോ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി അവന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന ഏതിലേക്കാ? എസ് സബ്ഷെല്ലിലേക്കാ. സോ എസ് ബ്ലോക്ക്. മാത്രമല്ല എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മണ്ടയിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ നോക്കിയാൽ മതി, ഗ്രൂപ്പ് 2. അതിന്റെ സൈഡിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കിയാൽ മതി, 3. അതാണ് പീരീഡ്. അപ്പൊ എസ് ബ്ലോക്ക്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് പീരീഡ്. വനേഡിയത്തിന്റെ നോക്കാം നമുക്ക്, ഡി ബ്ലോക്ക്. കാരണം ഡി വന്നിട്ടുണ്ട്, ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടി വെക്കണം. അപ്പോൾ എത്രയാണ്? ഗ്രൂപ്പ് 5. പീരീഡ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെൽ നോക്കിയാൽ മതി, 4. ഇതാണ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് the outermost configuration of an element. ഒരു എലമെന്റിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. അതായത് അതിന്റെ മുമ്പുള്ള എത്ര വരും? 1s2 2s2 2p6 3s2 3p4. രണ്ടും 4 4 6 10 12 12 4 16. സോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ഈസ് എത്ര? 16. സോ ഇത്രയാണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്നത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിന്റെ മുമ്പിൽ നമുക്ക് ഇത്ര ഉണ്ട്, അത് ഞാൻ എഴുതി. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് ദ എലമെന്റ് എന്നാണ്. വാലൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടെത്തുക. അതിനുവേണ്ടി 2 2 4 6 10 12 16 സൾഫർ ആണ്. സൾഫർ 16 എന്ന് പറയുന്നത് സൾഫർ ആണ്. അറ്റോമിക് നമ്പർ 16 ഉണ്ടെങ്കിൽ എലമെന്റ് സൾഫർ ആണ്. 286 ആണ് കോൺഫിഗറേഷൻ. ആ 6 കോൺഫിഗറേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഈ 6ന്റെ കൂടെ 2 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താൽ 8 ആവും. സോ വാലൻസി എത്രയാകാനാണ് ചാൻസ്? 2 ആവാനാണ് ചാൻസ്. വേറൊരു ചാൻസ് ഉണ്ട്, ഈ 6 എണ്ണം കളയാം. അതാണ് എളുപ്പം. 2 എണ്ണം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം. 2 എണ്ണം അക്സെപ്റ്റ് ചെയ്യുന്ന. സോ വാലൻസി ഈസ് 2. ഈസ് ഇറ്റ് എ മെറ്റൽ ഓർ നോൺ മെറ്റൽ? ജസ്റ്റിഫൈ ദ ആൻസർ. ലോഹമാണോ അലോഹമാണോ? നമുക്കറിയാം ഇലക്ട്രോണിനെ വാങ്ങുന്നവർ ഏറ്റവും പ്രോബബ്ലി അവർ എന്തായിരിക്കും? നോൺ മെറ്റൽ ആയിരിക്കും. അവരൊരു നോൺ മെറ്റൽ ആവാനാണ് സാധ്യത. അവൻ നോൺ മെറ്റൽ തന്നെയാണ്. സോ സൾഫർ ഒരു നോൺ മെറ്റൽ ആണെന്ന് അറിയാം, പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് അറിയാം, 12 16ാമത്തെ ഗ്രൂപ്പിലാണെന്ന് അറിയാം, തേർഡ് പീരീഡിലാണെന്ന് പറയാം സൾഫർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നോൺ മെറ്റൽ എന്ന് പറയുന്നതാണ് ഏത്? സൾഫർ. എങ്ങനെ മനസ്സിലായി? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു. 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ നോൺ മെറ്റൽ. ഇത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ഇലക്ട്രോൺ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അത് മെറ്റൽ ആയിരുന്നു. അപ്പോൾ അതൊരു അലോഹമാണ്. കാരണം ചോദിച്ചിട്ടുണ്ട്. കാരണം 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു നോൺ മെറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ PQRS 11 നമുക്കറിയാം, സോഡിയം, ആർഗൺ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതാണ് എലമെന്റ് എന്ന് മനസ്സിലാക്കുക. 17 ക്ലോറിൻ 26 Fe. ഇതാണ് നമ്മുടെ എലമെന്റ്സ്. ഇനി ഏതെങ്കിലും നോക്കുക. സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1. അടുത്ത 1s2 2s2 2p6 3s2
3p6. അടുത്തത് 1s2 2s2 2p6 3s2 3p5. അടുത്തത് r1 കഴിഞ്ഞിട്ട് 4s2 3d6 4s2 3d6. ഇനി 281 ആണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് അറിയാം. ഇയാളുടെ 288, ഇയാളുടെ 287. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് S to which block it belong. S ന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. അത് ഏത് ബ്ലോക്കിലാണ്? D ബ്ലോക്കിലാണെന്ന് നമുക്ക് മനസ്സിലായി. Which is an inert gas. ഇനേർട്ട് ഗ്യാസ് ഏതാണ്? അതായത് ആരുമായിട്ടും റിയാക്ട് ചെയ്യാത്ത ഇനേർട്ട് ഗ്യാസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആർഗൺ ആണ്. 18 ഉള്ള ആർഗൺ ആണ് അതിലെ ഇനേർട്ട് ഗ്യാസ്. Which of the above is a S block element? S block element ഏതാണെന്ന് ചോദിച്ചാൽ S സബ്ഷെല്ലിലേക്ക് അവസാന ഇലക്ട്രോൺ എൻ്റർ ചെയ്ത സോഡിയം അല്ലെങ്കിൽ P ആണ് ഏത്? S block element. So first question answer right electronic configuration നമ്മൾ എഴുതി. അത് ഏത് ബ്ലോക്കിലാണ്? D ബ്ലോക്കിലാണ്. അത് which is an inert gas. inert gas ആരാണ്? Q ആണ് inert gas. Q യുടെ 18 ആണ്. അത് ആർഗൺ ആണ്. Which of the above is a S block element? S block element ഏതാണ്? P. നമ്മളത് കണ്ടുപിടിച്ച് സോഡിയം ആണ്. നമ്മളത് സോഡിയം ആണെന്ന് കണ്ടെത്തി. Next question. How many electrons can be accommodated in F subshell? F subshell ഇത് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. 3 ക്വാണ്ടം നമ്പർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. N L M എന്ന് പറഞ്ഞ 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് ഈ കൊല്ലം പഠിക്കാനുള്ളത്. N is equal to 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? K ഷെൽ. K ഷെല്ലിൽ ഏത് സബ്ഷെൽ മാത്രമേ പറ്റുള്ളൂ? ഏതാണോ n-ന്റെ എണ്ണം അല്ലെങ്കിൽ n-ന്റെ വാല്യൂ അതിനനുസരിച്ച് സബ്ഷെല്ലിന്റെ എണ്ണം കാണുള്ളൂ. n-ന്റെ വാല്യൂ എത്രയായിരിക്കും? ഒരെണ്ണേ കാണുള്ളൂ. അത് 0 ആയിരിക്കും. 0 എന്ന് പറയുന്നത് ഏതാണ്? S ആണ്. 0. അതായത് 1 - 1 ചെയ്താൽ മതി. 1 - 1 എത്രയാണ്? 0. n-ൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായിരിക്കും അതിന് ഉണ്ടാവുന്ന സബ്ഷെല്ലിന്റെ ഏറ്റവും അവസാനത്തെ വാല്യൂ. ഇവിടെ 1 - 1 0. അപ്പോൾ ഒറ്റ എണ്ണേ അവിടെ ഉണ്ടാവുള്ളൂ. അത് 0 ആണ്. ഇനി അപ്പോൾ n എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. L എന്ന് ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. L ആരാ? L അസിമുത്തൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത് സബ് ഷെല്ലുകളെയാണ്. ആരെയാണ്? സബ് ഷെല്ലുകളെ. M സൂചിപ്പിക്കുന്നത് ഓർബിറ്റൽസുകളെയാണ്. ഓർബിറ്റ് അല്ല, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് n ആണ്. ഇത് ഓർബിറ്റൽസുകളാണ്. ഓർബിറ്റൽസ്. M സൂചിപ്പിക്കുന്ന ഓർബിറ്റൽസ് ആണ്. നമുക്കറിയാം S-ൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ വരും? 2 ഇലക്ട്രോൺ വരും. അടുത്തതായിട്ട് N2 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ്? L ഷെല്ലാണ്. KL ഷെൽ. N2 ആണെങ്കിൽ അത് L ഷെല്ലാണ്. നമുക്കറിയാം L ഷെല്ലിൽ അതിന്റെ നമ്പറിനനുസരിച്ചിട്ടുള്ള അത്രയും സബ്ഷെൽ, അതായത് എത്ര സബ്ഷെൽ കാണും? 2 എണ്ണം. അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ 2ൽ നിന്നും 1 കുറച്ചാൽ മതി. എത്രയാ? 2ൽ നിന്നും 1 കുറച്ചാൽ 1. അതപ്പോ ഏതൊക്കെയായിരിക്കും? 1 വരെ വരാമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. 0, 1. 2 വാല്യൂസ് കിട്ടി. 2 സബ്ഷെല്ലാണുള്ളത് രണ്ടാമത്തെ ഷെല്ലിൽ. അതിന്റെ മാക്സിമം വാല്യൂ പോകുന്നത് എവിടെ വരെയാണ്? n-1 വരെ. L-ന്റെ മാക്സിമം വാല്യൂ പോകുന്നത് n-1, 2 - 1. 0 എന്ന് പറയുന്നത് ആരിന്റെയാ? S. 1 എന്ന് പറയുന്നത് ആരിന്റെയാ? P. S-ഉം P-യും. ഇനി നമുക്കറിയാം S-ൽ എത്ര ഓർബിറ്റൽസ്? 2l+1 എന്നാണ് ഫോർമുല. 2l+1 എന്ന് പറഞ്ഞാൽ 2 × 0 + 1. 2 × 0 0. പിന്നെ 1 + 1 ചെയ്യുമ്പോൾ ഇത്. ഇനി 2l+1. 2 × 1 2. അതായത് L വാല്യൂ ഓഫ് P എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. അപ്പോൾ 2 × 1 2. 2 + 1 3. P ക്ക് എത്രണ്ണം ഓർബിറ്റൽസ് ഉണ്ട്? 3 എണ്ണം. ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതം ഉൾക്കൊള്ളാം? സബ്ഷെല്ലല്ല, ഓരോ ഓർബിറ്റൽസിലും 2 ഇലക്ട്രോൺ വീതം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2, 4, 6, 8. ഇതേപടി തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിൽ N ഷെല്ലാണ്. N ഷെല്ലിൽ 3 സബ് ഷെല്ലുകൾ കാണും. ഏതൊക്കെയായിരിക്കും അത്? S-ഉം
പിയും ഡിയും അതിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന എൽ വാല്യൂ അല്ലെങ്കിൽ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 2 ആയിരിക്കും. എങ്ങനെയാണത്? 3 - 1 n - 1 എത്രയാണത്? 2 0 1 2 വരെ ഉള്ളൂ അതിന് എടുക്കാൻ പറ്റുള്ളൂ എൽ വാല്യൂസ്. ഇതെല്ലാം എൽ വാല്യൂസ് ആണ്, ഇതെല്ലാം എൻ വാല്യൂസ് ആണ്, ഈ കാണുന്നതെല്ലാം എൽ വാല്യൂസ് ആണ്. ഇനി നമുക്കറിയാം ഇത്രോ എൽ വാല്യൂസ് എടുക്കുമെങ്കിൽ ഇനി m വാല്യൂ ഉണ്ടല്ലോ ഓർബിറ്റൽസിന്റെ വാല്യൂ, അതിന്റെ ഫോർമുല 2 * l + 1 ആണ്. 2 * 0 + 1 1 എത്ര ഓർബിറ്റൽ ആണ്? ഒരെണ്ണം. 2 * 1 + 1 2 + 1 3 എത്ര ഓർബിറ്റൽസ് ആണ്? 3 എണ്ണം. 2 * 2 + 1 2 * 2 4 4 + 1 5 1 2 3 4 5 ഓർബിറ്റൽസ്. സോ തേർഡ് ഓർബിറ്റൽ അതായത് n ഷെല്ലിൽ spd എന്ന് പറയുന്ന 3 സബ് ഷെല്ല് കാണും. അതായത് 0 1 2 എന്ന് പറയുന്ന വാല്യൂസ് ഓഫ് l കാണും. ആ എല്ലിനനുസരിച്ചുള്ള എന്താണ് ഓർബിറ്റൽസിന്റെ എണ്ണമാണ് ഇത്. ഓർബിറ്റൽസിന്റെ എണ്ണം 2 * l + 1 ആണ്. 2 * l + 1 2 * 0 + 1 1 2 * 1 + 1 3 2 * 2 4 4 + 1 5. ഇനി തേർഡ് ഷെല്ലിൽ നമുക്കറിയാം 18 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും. നോക്കിക്കോ 2 4 6 8 10 12 14 16 18 ഓരോ ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? 2 എണ്ണം വീതം. ഇനി ലാസ്റ്റ് വൺ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോർത്ത് ഷെല്ലാണ് KLMN. n ഷെല്ലാണ്. സോറി, അപ്പൊ ഈ തേർഡ് ഷെൽ ഏതായിരുന്നു? m. KLM m ഞാൻ മിസ് ചെയ്തു പോയി. ഓർഡറിൽ പോകുമ്പോൾ KLM ആണ് തേർഡ് ഷെല്ല്, n ആണ് ഫോർത്ത് ഷെൽ. n ഫോർത്ത് ഷെൽ ആവുമ്പോൾ അതിന് എത്ര വരെ വാല്യൂസ് വരാം? 0 1 2 3 വരെ. കാരണം എന്താ? l ന്റെ വാല്യൂ വരുന്നത് n - 1 വരെയാ. അതായത് 4 - 1 3 വരെ. ഇത് എത്രയാണ്? അപ്പോൾ s p d f. ഫോർത്ത് ഷെല്ലിനാണ് എല്ലാ സബ് ഷെല്ലുകളും ഉള്ളത്. k ഷെല്ലിന് ഏത് മാത്രമേ ഉള്ളൂ? s. എല്ലാ ഷെല്ലുകൾക്കും ഉള്ള സബ് ഷെൽ ഏതാണ്? s. അങ്ങനെ പഠിച്ചു വെക്കണം. s ന് എത്ര സബ് ഷെല്ലുകൾ? സോറി, s ഒരു സബ് ഷെൽ ആണ്. അതിന് എത്ര ഓർബിറ്റൽസുകൾ? ഒരു ഓർബിറ്റൽ. കാരണം എന്താ? 2 * 0 + 1 2l + 1 ആണല്ലോ ഓർബിറ്റൽസിന്റെ എണ്ണം. സോ 2l + 1. ഈ p ക്ക് എത്ര ഓർബിറ്റൽസ്? 1 2 3. d ക്ക് എത്ര ഓർബിറ്റൽസ്? 1 2 3 4 5. f ന് എത്ര ഓർബിറ്റൽസ്? 1 2 3 4 5 6 7 ഓർബിറ്റൽസ് വരും. കാരണം 2 * 3 + 1 2 * 3 6 6 + 1 7. അപ്പൊ ഇതിനകത്ത് 32 ഇലക്ട്രോൺ വരും. കാരണം 2 പിന്നെ ഇത് 6 വരും, 6 × 8 ഇത് 10 വരും, 10ഉം 18 പിന്നെ ഇതൊരു 14 7 അല്ലേ ഉള്ളത്. ഓരോണ്ണത്തിലും 2 എണ്ണം വീതം 14. അപ്പൊ 18ന്റെ കൂടെ 4 കൂട്ടിയാൽ 22ഉം 10ഉം 32 ഇലക്ട്രോൺസ് ആണ് ഏതിൽ വരുന്നത്? n ഷെല്ലിൽ വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാനൊന്ന് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുതരാം. ഷെൽ നമ്പർ n ആണെങ്കിൽ എല്ലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ n - 1 വരെ ആയിരിക്കും. n വാല്യൂ ആണ് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ സബ് ഷെൽ അല്ലെങ്കിൽ l അതിന്റെ വാല്യൂ മാക്സിമം എടുക്കാൻ പറ്റുന്നത് n - 1 വരെ ആയിരിക്കും. ഇനി ആ n - 1 ഒക്കെ ഇട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഓരോ സബ് ഷെല്ലുകൾക്കും എടുക്കാൻ പറ്റുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം 2l + 1 ആയിരിക്കും. അതിന്റെ അകത്ത് l ന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് s ആണ്, 1 ആണെങ്കിൽ അത് p ആണ്, 2 ആണെങ്കിൽ d ആണ്, 3 ആണെങ്കിൽ അത് f ഉം ആണെന്ന് കാണാതെ പഠിച്ചു വെക്കുക. 2l + 1. ഇപ്പോ s എടുത്താൽ 2 * 0 + 1 ഒരു ഓർബിറ്റലേ ഉള്ളൂ. p എടുത്താൽ p യുടെ വാല്യൂ l വാല്യൂ എത്രയാണ്? 1 ആണ് l വാല്യൂ. സോ 2 * 1 2 2 + 1 3 ഓർബിറ്റൽസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത് ഇതാണ്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. 1 ആണെങ്കിൽ k ഷെൽ, 2 ആണെങ്കിൽ l ഷെൽ, 3 ആണെങ്കിൽ m ഷെൽ, 4 ആണെങ്കിൽ n ഷെൽ. രണ്ടാമത്തെ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ l. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സബ് ഷെല്ലുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. സബ് ഷെല്ലുകളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വാല്യൂ മാക്സിമം പോകുന്നത് n - 1 വരെയാണ്. മാക്സിമം പോയാൽ അത് n - 1 വരെ പോകാം. അപ്പൊ k എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ മാക്സിമം വാല്യൂ 1 - 1 0 വരെ പോകാം. 2 ആണെങ്കിൽ 1 വരെ പോകാം. 3 ആണെങ്കിൽ ഒന്ന് കുറവ് 2. 4 ആണെങ്കിൽ 3 വരെ പോകാം. 0 എന്ന് പറഞ്ഞാൽ അത് s ആണ്. ഏത്? l വാല്യൂ 0 എന്ന് പറഞ്ഞാൽ s ആണ്, 1 എന്ന് പറഞ്ഞാൽ p ആണ്, 2 എന്ന് പറഞ്ഞാൽ d ആണ്, 3 എന്ന് പറഞ്ഞാൽ അത് f ആണ്. ഇനി അടുത്തത് നമുക്ക് l വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ ഓർബിറ്റൽസ്
ഓർബിറ്റൽസിലേക്ക് പോകണമെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2l+1 ആയിരിക്കും. 2l+1 2l+1 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ s ന്റെ വാല്യൂ ന്റെ l വാല്യൂ 0 ആണല്ലോ. ആ 0 ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ 2 × 0 + 1 2 × 0 0 0 + 1 1 ഒരു ഓർബിറ്റൽ. p യുടെ l വാല്യൂ 1 ആണല്ലോ. 2 × 1 2 2 + 1 3. d യുടെ l വാല്യൂ 2 ആണല്ലോ. 2 × 2 4 4 + 1 5. f ന്റെ l വാല്യൂ എത്രയാണ്? 3 2 × 3 6 6 + 1 7 7 ഓർബിറ്റൽസ് വരും. ഓരോ ഓർബിറ്റൽസിലും 2 ഇലക്ട്രോൺ വീതം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കറിയാം നമ്മൾ ഇലക്ട്രോൺ ഗ്യാപ്പിന്റെ അക്കോമഡേറ്റിന്റെ f സബ്ഷെല്ലിനാണ്. s സബ്ഷെല്ലിൽ രണ്ടെണ്ണം p സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഓർബിറ്റൽസ് അപ്പോൾ p ൽ 3 × 2 6, d ൽ നമുക്കറിയാം 5 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഓരോന്നിലും 2 ഇലക്ട്രോൺ 10. f ൽ നമുക്കറിയാം 7 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഓരോ ഓർബിറ്റൽസിലും 2 എണ്ണം വീതം ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? f ൽ. Next question, which are the subshells present in L shell? L shellil present ആയിരിക്കുന്ന സബ്ഷെൽ ഏത്? L shell എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KLM KL. അപ്പോൾ n = 2. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണ്? 2 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ അകത്ത് 2 സബ്ഷെല്ലേ ഉള്ളൂ. 1 എന്ന് പറയുന്നത് n = 1 ആണെങ്കിൽ k ആര് മാത്രമേ ഉള്ളൂ? s മാത്രം. അതായത് 1 ആണ് ഇവന്റെ നമ്പർ, അവൻ ഒരു സബ്ഷെല്ലേ ഉള്ളൂ. 2 ആണ് ആരുടെ നമ്പർ? l ന്റെ 2 സബ്ഷെൽ ഉണ്ട്. ആരൊക്കെയാ? s ഉം p ഉം. 3 ആണ് ആരുടെ നമ്പർ? m ന്റെ, അതിൽ ആരൊക്കെ ഉണ്ട്? s p d. n ആണ് 4 എന്ന് പറഞ്ഞാൽ അത് n ആണ്. n എന്ന് പറയുന്നത് 4 ആണെങ്കിൽ ക്യാപിറ്റൽ n ആണ് ഷെല്ല്. അതിനകത്ത് ഏതൊക്കെ ഉണ്ട്? s p d f ഉണ്ട്. സോ നമ്മളോടുള്ള ചോദ്യം, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള L ഷെല്ലിൽ s ഉം p ഉം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഏതായിരിക്കും ആൻസർ? s ഉം p ഉം. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ സബ്ഷെൽ ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഫില്ലിംഗ്. ഏതാണ്? ആദ്യം 1s, അത് കഴിഞ്ഞ് 2s 1s 2s, അത് കഴിഞ്ഞ് 2p 1s 2s 2p, അത് കഴിഞ്ഞാൽ 3s, അത് കഴിഞ്ഞാൽ 3p 3p കഴിഞ്ഞാൽ 3d അല്ല, അത് കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ 4s കഴിഞ്ഞിട്ടാണ് എനർജിയിലുള്ള വ്യത്യാസം കൊണ്ട് 4s കഴിഞ്ഞാലാണ് 3d ഫിൽ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് 4p, അത് കഴിഞ്ഞാലാണ് ആര്? 4p 1s 2s 2p 3s 3p 4s 3d 4p. ഇത് എനർജിയുടെ ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഫില്ലിംഗ്. കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി കൂടി വരുന്ന ആ ഓർഡറിൽ മാത്രമേ എന്ത് ഫില്ല് ചെയ്യത്തുള്ളൂ? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യത്തുള്ളൂ. 1s കഴിഞ്ഞ് 2s കഴിഞ്ഞ് 2p കഴിഞ്ഞ് 3s കഴിഞ്ഞ് 3p കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ടേ ഉള്ളൂ 3d ഫില്ല് ചെയ്യുള്ളൂ. ഇവിടെയാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഷെല്ലിന്റെ കറക്റ്റ് ഓർഡർ എഴുതുകയാണെങ്കിൽ 1s 2s 2p 3s 3p 3d കഴിഞ്ഞ് 4s 4p. അത് ഏതിന്റെ ഓർഡർ? ഷെല്ലിന്റെ ഓർഡർ എഴുതുവാണെങ്കിൽ. നമ്മൾ പക്ഷേ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന എന്തിന്റെ ഓർഡർ ആയിരിക്കണം? ഊർജ്ജം അഥവാ എനർജിയുടെ ഓർഡർ ആയിരിക്കണം. ഇതാണ് ആ ഓർഡർ. നെക്സ്റ്റ് വൺ, ഇതാണ്ടില്ലേ 4s കഴിഞ്ഞ് 3d കഴിഞ്ഞ് 4p. നമുക്കിവിടെ ഒരു പീരിയോഡിക് ടേബിളിന്റെ പാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം a ആണ്. ഇവിടെ നമുക്ക് a എന്ന് പറയുന്ന ഒരു എലമെന്റ് കാണാം. ഇവിടെ b എന്ന് പറയുന്ന എലമെന്റ് കാണാം. ഇവിടെ c എന്ന് പറയുന്ന എലമെന്റ് കാണാം. 1 ഉം 2 ഉം s ബ്ലോക്ക് ആണ്. 1 ഉം 2 ഉം s ബ്ലോക്ക് ആണ്. 3 മുതൽ 12 വരെ ഏതാണ്? d ബ്ലോക്ക്. 13 മുതൽ 18 വരെ p ബ്ലോക്കും ആണ്. അത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. which are the s ബ്ലോക്ക് എലമെന്റ്സ്? s ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെയാണ്? a യും b യും c യും. രണ്ടാമത് which may form colored compound. colored compound ഉണ്ടാകുന്നത് d യും f ബ്ലോക്കും ആണ്. d ബ്ലോക്കും f ബ്ലോക്കും. ഇവിടെ d ബ്ലോക്കിലുള്ള ഒറ്റ എലമെന്റ് വന്നിട്ടുള്ളൂ. അത് ഏതാണ്? d. which is the least reactive metal in group 1 എന്നാണ് ചോദ്യം. least reactive metal നമുക്കറിയാം ഗ്രൂപ്പ് 1ലെ ഏറ്റവും least reactive metal ഏതെന്നാണ് ചോദ്യം. അതിലേക്ക് വരാം. find the element which has only one electron in 4s subshell. 4s subshellil ഒരു ഇലക്ട്രോൺ മാത്രമുള്ള
ആറ്റം ഇതിൽ ഏതാണ്? ഫോറസ് എന്ന് പറയുമ്പോൾ ഉറപ്പിക്കാം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോറസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീരീഡ് 4 ആയിരിക്കും. ഫോർത്ത് പീരീഡ് ആയിരിക്കും. ഫോർത്ത് പീരീഡ് ഏതാണ്? ഇത് ഒന്നാമത്തെ പീരീഡ്, രണ്ടാമത്തെ പീരീഡ്, മൂന്നാമത്തെ പീരീഡ്, നാലാമത്തെ പീരീഡില് എസ് എന്ന് പറയുന്ന ബ്ലോക്കിലാണ് നമുക്ക് വേണ്ടത്. എസ് ബ്ലോക്കിൽ ഫോർത്ത് പീരീഡിൽ ഏതൊക്കെയാണുള്ളത്? ബിയും സിയും. ഏതൊക്കെയാണുള്ളത്? ബിയും സിയും. ആ ബിയും സിയും ഉള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണോ സി ആണോ? നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ പുറത്താണ് എന്ത് ഫോറസ് 1 വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പുറത്താണ് എസിന്റെ പുറത്താണ് 1 വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഫോറസ് 2 വന്നേനെ. കാരണം എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് എസിന്റെ മണ്ടയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ മതി. സോ നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രോൺ മാത്രം ഫോറസിൽ ഉണ്ടെങ്കിൽ അത് ഫോറസ് 1 ആണ്. ഫോറസ് 1 ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പാ. ഏത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പ്. സോ ദ ആൻസർ ഈസ് ബി. ആൻസർ ഏത് വരും? ബി വരും. അടുത്ത ക്വസ്റ്റ്യൻ, the d subshell of an element with 4 shells is completely filled and there are 2 electrons in the fourth shell. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. the d subshell of an element with 4 shells. അപ്പോൾ നോക്കിക്കോ, മൊത്തം 4 ഷെല്ലുകളാണ് ഉള്ളത്. ഡി സബ്ഷെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഡി സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ആരുടെ? ഒരു എലമെന്റിന്റെ. ആ എലമെന്റിന്റെ അകത്ത് എത്ര ഷെൽസ് ആണ് മൊത്തം ഉള്ളത്? 4. and there are 2 electrons in the fourth shell. ഫോർത്ത് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കേ, how many electron can be accommodated in the d shell? എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 4 ഷെൽസ് ആണ് ഉള്ളതെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ആണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിനൾട്ടിമേറ്റ് ഷെൽ, അതായത് ഏറ്റവും അവസാനം നിൽക്കുന്ന ഷെല്ലിന്റെ തൊട്ട് മുമ്പത്തെ ഷെല്ലിലായിരിക്കും എൻ്റർ ചെയ്യുന്നത് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഡി സബ് ഷെല്ലിൽ എൻ്റർ ചെയ്യുന്നതിലേക്ക് പിനൾട്ടിമേറ്റ് ഷെല്ലിലേക്ക്. അതായത് 4 ഷെൽസ് ആണ് ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ആണ്. അപ്പോൾ ഡി ഏതായിരിക്കും? പിനൾട്ടിമേറ്റ് ആയിരിക്കും, തൊട്ട് മുമ്പത്തുള്ളത് 3D. 3D എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്നാണ് പറഞ്ഞത്. 3D കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുമ്പോൾ 3D ടൈം. 3D കഴിഞ്ഞാൽ ഉടനെ ഏതാണ് വരുന്നത്? ഫോറസ് ആണ്. ഫോറസ് ഫോർത്ത് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 ഇലക്ട്രോൺ. സോ 3D10 ഫോറസ് 2. 3D10 ഫോറസ് 2. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മളോട് ചോദിച്ചിരിക്കുക how many electron can be accommodated in the d subshell. d subshell എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 10 ആണെന്ന് നമുക്കറിയാം. കാരണം എസിൽ ഒരു ഓർബിറ്റിലാണുള്ളത്, പിക്ക് 3 ഓർബിറ്റിലാണുള്ളത്. 3 ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഈച്ച്, മൊത്തം 6 വരും. ഡിക്ക് 5 ഓർബിറ്റിലാണുള്ളത്, അതിനകത്ത് ഓരോന്നിലും 2 വീതം. സോ 2 × 5 10. എഫിലാണെങ്കിൽ 7 എണ്ണം വരും. 1 2 3 4 5 6 7 7 14 ഇലക്ട്രോൺസ് വരികയും ചെയ്യും. സോ write the subshell electronic configuration of element എന്നാണ് ചോദ്യം. write the subshell electronic configuration of the element. subshell electronic configuration of the element എഴുതാൻ ചോദിച്ചാൽ ഇതിന്റെ മുൻപുള്ള വസ്തുക്കൾ കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1s2 2s2 2p6 3s2 3p6. അത് കഴിഞ്ഞിട്ട് 1s 2s 2p 3s 3p 4s 3d. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ 4s2 3d10. ഇത് ഏതാ എലമെന്റ് എന്ന് ചോദിച്ചിട്ടില്ല. എലമെന്റ് ചോദിച്ചിരുന്നെങ്കിൽ 2 2 4 6 6 4 10 12 12 6 18 18 10 28 30 30 ആരാണ്? സിങ്ക് ആണ്. സിങ്ക്. ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 4 ഷെൽസ് ആണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ 4 അവസാനം എഴുതി. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഉണ്ടെന്ന്. ഡി സബ്ഷെൽ ഉണ്ടോ അവൻ പിനൾട്ടിമേറ്റ് ആയിരിക്കും, 4ന്റെ തൊട്ട് മുമ്പ് 3. അപ്പൊ ഡിക്കകത്ത് ഫുള്ളി ഫിൽഡ് പോവാ. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ എത്ര? 10. മാത്രമല്ല എസ് സബ്ഷെല്ലിന്റെ അകത്തും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അതായത് 2 ഇലക്ട്രോൺ. സോ 3d10 ഫോറസ്റ്റ് ആണ് അവസാനം. ഫ്രണ്ടിലുള്ളതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഒഴിപ്പിച്ച് എഴുതിയാൽ മതി. നമുക്ക് 30 എന്ന ആറ്റോമിക് നമ്പർ കിട്ടും. അത് സിങ്ക് ആണ്. അടുത്തത് the oxidation state shown by the element in the second period is -2. -2 എന്നാണ് തന്നിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ നിന്ന് ഒന്ന് ഉറപ്പിക്കാം, ഇത് മെറ്റൽ അല്ല. മെറ്റൽ ആയിരുന്നെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സികാരണാവസ്ഥ പ്ലസ് വരും.
ഇത് നോൺ മെറ്റൽ ആണെന്ന് ഉറപ്പിക്കാം. നോൺ മെറ്റൽസ് ഉള്ളത് നേരെ പി ബ്ലോക്കിലോട്ട് പോകണം. കാരണം എസ് ബ്ലോക്കിൽ ഫുള്ള് മെറ്റൽ ആണ്, ഡി ബ്ലോക്കിൽ ഫുള്ള് മെറ്റൽ ആണ്. ഏതിലേക്ക് പോകേണ്ട വരും? പി ബ്ലോക്കിലേക്ക് പോകേണ്ടേ വരും. അതിനാണ് നോൺ മെറ്റൽസും മെറ്റൽസും സെമി മെറ്റൽ മെറ്റലോയിഡ്സും എല്ലാം ഉള്ളത്. So how many electrons are there in the outermost shell of the element എന്നാ oxidation state shown by an element of second period എന്നാണ്. p ബ്ലോക്ക് എന്ന് മനസ്സിലായി. കാരണം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മൈനസ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മൈനസ്. സോ മൈനസ് ആണെന്ന് തെളിഞ്ഞു, p ബ്ലോക്ക് ആണെന്ന് തെളിഞ്ഞു. ഇനി അടുത്തത് ചിന്തിക്കേണ്ടത് അതിന്റെ അകത്തുള്ള പീരീഡ് നോക്കിയേ. സെക്കൻഡ് പീരീഡ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 2 ആയിരിക്കും. മാത്രമല്ല പി ബ്ലോക്ക് ആണ്, അപ്പോ 2p ആയിരിക്കും. 2p പി ബ്ലോക്ക് ആയതുകൊണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ സൈഡിൽ ഏതാ വരണ്ട? p. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ മുമ്പുള്ള പൂരിപ്പിച്ചാൽ 1s 2s 2p 1s 2s 2p. ഇനി ചിന്തിക്കണം, അടുത്ത നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രണ്ണം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 2 ആണ് ഇതിന്റെ ഓക്സീകരണാവസ്ഥ. ഓക്സീകരണാവസ്ഥ -2 ഉം അതിന്റെ വാലൻസി നമുക്ക് 2 എന്ന് പറയാം. വാലൻസി 2 ആണെങ്കിൽ പിക്കകത്ത് 4 ആവും ഉണ്ടാകുക. കാരണം പി ടോട്ടലി 6 വന്നാലാണല്ലോ അത് ഫുള്ളി ഫിൽഡ് ആവുന്നത്. അപ്പോൾ അതിന് എത്രണ്ണം കൂടെ വേണം? 2 എണ്ണം കൂടെ വേണം ഫുള്ളി ഫിൽഡ് ആവാൻ. ഓക്സീകരണാവസ്ഥ -2, 2 എണ്ണം കൂടെ വേണം. സോ 4 ആയിരിക്കും അതിന്റെ അകത്ത് ടോട്ടൽ ഉള്ളത്. ഇപ്പോ 2 എണ്ണം കൂടെ അക്സെപ്റ്റ് ചെയ്താൽ പിക്കകത്ത് എന്താവും? ഫുൾ ആവും. സോ ഇതിന്റെ എത്ര വരും? 1s2 2s2 2p4 2 2 4 4 4 8. ഏതാണത്? 8 ഓക്സിജൻ. 8 ഓക്സിജൻ ആണത്. 8 ഓക്സിജന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 6 എന്ന് വരും. 2 6 ആണെങ്കിൽ നമുക്കറിയാം 6 ഇലക്ട്രോൺ ഒന്നല്ലെങ്കിൽ കളയാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് +2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സീകരണാവസ്ഥ എല്ലാം എഴുതിയത് 6ന്റെ കൂടെ +2 2 കൂടെ കൂട്ടിയിട്ട് 8 ഇലക്ട്രോൺ ആക്കാം. സോ 6 + 2 = 8 ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ്. അതിന് എന്ത് ചെയ്യാം? ആക്കിയിട്ട് സ്റ്റേബിൾ ആവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് ഓക്സിജൻ ആയിരുന്നു എന്നാണ്. 8 ആണ്, 2 6 അത് 2 ഇലക്ട്രോൺ കൂടെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഓക്സീകരണാവസ്ഥ അക്സെപ്റ്റ് ചെയ്താൽ O2 മൈനസ് ആണ്. ഓക്സിജൻ 8 ആണ്. 8ന്റെ 1s2 2s2 2p4 ആണ്. അവിടെ നോക്കേണ്ടത് 2p4 വന്നതുകൊണ്ട് ഇവിടെ വാലൻസി 2 ആണെന്ന് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ 2 എണ്ണം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ചാർജ് വരും എന്നറിയാം. നെഗറ്റീവ് ചാർജ് വന്നാൽ ഇത് കാറ്റയോൺ ആണോ ആനയോൺ ആണോ? ആനയോൺ. ആനയോൺ ഫോം ചെയ്യുന്നത് മിക്കവാറും ആരാണ്? നോൺ മെറ്റൽസ്, അലോഹങ്ങളാണ്. ആരാണ്? അലോഹങ്ങൾ. ഇതൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇതുപോലെയും ചോദ്യങ്ങൾ ചോദിക്കാം. സോ റൈറ്റ് ഡൗൺ ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4. അതുപോലെ തന്നെ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ആണ്. സോ 2 എന്ന് പറയുന്ന ഈ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2 4 6 ഇലക്ട്രോൺ ആണ്. അല്ലെങ്കിൽ ഈ 8ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ 2 6 ആണ്. ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. എത്രയാണത്? 6. അതിന്റെ എണ്ണം 6. ഇനി അടുത്തത് there are 7 electrons in the third shell of an element. ഇപ്പോ ചെയ്ത പോലത്തെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. 7 ഇലക്ട്രോൺ in the third shell. 7 എന്ന് എഴുതി. ഒരു അപ്രോച്ച് കൂടെ, ഞാൻ അത് വിട്ടുപോയി. ഇതിന് ഒരു അപ്രോച്ച് കൂടെ ഉണ്ട്. the oxidation state shown by an element of second period. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വന്നത്. ഓക്കേ, ഇവിടെ പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല. 7 electrons in the third shell എന്നാ പറഞ്ഞത്. തേർഡ് ഷെൽ. അപ്പോൾ ഇവിടെ ഒരു ഷെൽ ഉണ്ട്, ഇവിടെ ഒരു ഷെൽ ഉണ്ട്. സോ ഫസ്റ്റ് ഷെല്ലിൽ എന്ന് നമുക്കറിയാം 2. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം ഫിൽ ചെയ്തിട്ടേ അടുത്തതിലേക്ക് പോകത്തുള്ളൂ. സോ 287 ആരാ? 17 ആരാ? ക്ലോറിൻ. 17 ആരാണ്? ക്ലോറിൻ. 17 ആണെങ്കിൽ അവന്റെ സബ്ഷെൽ എത്ര വരും? 1s2 2s2 2p6 3s2 3p5 വരും. 2 2 4 6 10 12 5 17 വരും. ക്ലോറിൻ ആണ്. 17 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. ഞാൻ അതിന്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തു. 2 8 7 എന്ന് എഴുതി. 2 8 10 7 17 ആണ്. There are 7 electrons in the third shell. നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു. Write in subshell configuration. ഇതാണ് 1s2 2s2 2p6 3s2 3p5. Find the group packed block of the element. ഗ്രൂപ്പ് ഏത് വരും? ഇത് p ബ്ലോക്ക് അല്ലേ? p ബ്ലോക്ക് ആയതുകൊണ്ട് ഗ്രൂപ്പ് വരുന്നത്
GROUP. ഗ്രൂപ്പ് വരുന്നത് 5+12 പിയുടെ മണ്ടയിലുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ എന്ത് കൂട്ടണം? 5ന്റെ കൂടെ 12 കൂട്ടണം. സോ 5 12 എത്രയാണ്? 17. സോ ഇതിന്റെ ഗ്രൂപ്പ് 17. പീരീഡ് എത്രയാണ് വരുന്നത്? പീരീഡ് വരുന്നത് 3. ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക്. ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഈസ് റിട്ടൺ ആസ് ആർഗൺ നമുക്കറിയാം 18. 18 4 22. 22 24. 24 ക്രോമിയത്തിന്റെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഈസ് ഇറ്റ് കറക്റ്റ്? ഗീവ് റീസൺ. ഇത് തെറ്റാണ്. കാരണം രണ്ട് എലമെന്റ്സിന്റെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ നമ്മൾ പഠിക്കണം. അത് 24 ക്രോമിയവും 29 കോപ്പറും ആണ്. ഇവന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 എഴുതുമ്പോൾ സാധാ നിലയിൽ നമ്മൾ എഴുതുമ്പോൾ ആർഗൺ കഴിഞ്ഞിട്ട് എന്ത് എഴുതും? 3d4 4s2, അതായത് 4s2 3 ആർഗൺ കഴിഞ്ഞിട്ട് 18 എഴുതി 2 20 24. ഇവന്റെ യഥാർത്ഥ രീതിയിൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ ആർഗൺ കഴിഞ്ഞിട്ട് 4s2 കഴിഞ്ഞിട്ട് 3d9 എന്നാണ് നമ്മൾ എഴുതി പോകുമ്പോൾ ആ ഓർഡറിൽ എഴുതി പോകുന്നത്. ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ള കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ ആ ക്രോമിയത്തിന്റെ ആർഗൺ കഴിഞ്ഞിട്ട് 4s2 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവൻ ഹാഫ് ഫിൽഡ് അല്ല, ഇവൻ ഫുള്ളി ഫിൽഡ് ആണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുള്ളി ഫിൽഡിനും ഹാഫ് ഫിൽഡിനും എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരത കൈവരിക്കാൻ പറ്റും ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡിനും. ഇവൻ നോക്കിയ ഫുള്ളി ഫിൽഡ് ആണ്. പക്ഷേ ഇവൻ ഫുള്ളി ഫിൽഡും അല്ല, ഹാഫ് ഫിൽഡും അല്ല. ഇവനെ സഹായിക്കും, ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. സോ 3d5 ആയി. ഇതാരായി? 4s1 ആയി. 3d5ഉം 4s1ഉം ആയി. 3d5ഉം 4s1ഉം ആയാൽ എന്ത് സംഭവിച്ചു? ഇവൻ ഹാഫ് ഫിൽഡ്, ഇവനും ഹാഫ് ഫിൽഡ്. രണ്ടുപേരും ഹാഫ് ഫിൽഡ് ആയെങ്കിൽ എന്താണ് ബെനിഫിറ്റ്? രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റി. സോ എലമെന്റ് ടോട്ടലി കുറച്ച് സ്ഥിരത കൈവരിച്ചു നേരത്തെക്കാളും. സോ ഇതാണ് കോൺഫിഗറേഷൻ ശരി. ഇനി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇത് ഫുള്ളി ഫിൽഡ്, ഇത് ഹാഫ് ഫിൽഡും അല്ല ഫുള്ളി ഫിൽഡും അല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആർഗൺ അവരെ ഒരു വിഷയമില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഇവൻ ഹാഫ് ഫിൽഡ് ആവും, ഇവൻ ഫുള്ളി ഫിൽഡും ആവും. ഇതിനെക്കാളും സ്റ്റെബിലിറ്റി ഇതിനല്ലേ. സോ ഇതിന്റെ കോൺഫിഗറേഷൻ 4s1 3d10 എന്നാവും. ഇതിന്റെ റീസൺ എന്താണ്? അപ്പൊ ഈ ചോദ്യം ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ആർഗൺ 18 കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്? ആർഗൺ കഴിഞ്ഞിട്ട് 3d5 4s1 എന്നാണ്. കാരണം എന്താണ്? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത കുറച്ച് കൂടുതലാണ്. സോ ഇങ്ങനെ ആകാൻ അവർ ശ്രമിക്കും. What is the oxidation state of Mn in MnCl2 എന്നുള്ളതാണ്. What is the oxidation state of Mn in MnCl2? MnCl2 ൽ Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഒരു കോമ്പൗണ്ടിന്റെ എൻറ്റയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് 0. അപ്പോ MnCl2 ൽ Cl2 ൽ ഇത് -2 വരും. കാരണം ഒരു ക്ലൂ തന്നിട്ടുണ്ട് ക്ലോറിന്റെ -1 ആണെന്ന്. ക്ലോറിന്റെ -1 ആണെങ്കിൽ രണ്ട് ക്ലോറിന്റെ -2ഉം. അപ്പോൾ ഈ എൻറ്റയർ കോമ്പൗണ്ടിന്റെ എന്ത് വരണം? ചാർജ് 0 വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ എത്ര വരും? +2. കാരണം ഇത് ഒരെണ്ണത്തിന്റെ -1 ആണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ -2ഉം ഇതിന്റെ +2ഉം വരും. അപ്പോൾ ഇത് Mn+2 എന്നാണ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn എത്രയാണെന്ന് നമുക്ക് കിട്ടി? Mn+2.